ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ആരും ചിരിക്കണ്ട. എൻ്റെ ഒരു കൺസേൺ ഞാൻ ഒരു ചിത്രത്തിലൂടെ അങ്ങ് പങ്കുവച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ അതിനകത്തിൽ വേറെ ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, എൻ്റെ മനസ്സിലെ ആശയങ്ങൾ നിങ്ങളോട് എങ്ങനെ എത്രയും മനോഹരമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുമോ ആ രീതിയാണ് ഞാൻ പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്നെ കാണുകയും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. വന്നതിന് ശേഷം കുറേ ന്യൂസുകളുണ്ട്. ഇന്ന് കുറേ ന്യൂസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നത്. കാരണം നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു പക്ഷേ ചിലപ്പോൾ ഇച്ചിരി വീഡിയോ അങ്ങ് നീണ്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങൾ കേൾക്കും എന്നാണ് ഭൂരിഭാഗവും എന്നെ ഫോളോ ചെയ്യുന്നവർ അത് കേൾക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ക്ലാസ്സുകളിനെ പറ്റി കുറേ പേര് ഇൻബോക്സിൽ ചോദിച്ചു, സാറിൻ്റെ കോഴ്സ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, എനിക്കൊരു കോഴ്സ് പരിപാടി ഇല്ല. ഞാൻ കോഴ്സ് വിൽക്കുന്ന പരിപാടിയോ കോഴ്സ് എടുത്ത് റെക്കോർഡ് ചെയ്ത് അങ്ങനെയുള്ള പരിപാടികളൊന്നും എനിക്കില്ല. ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിദ്യ നമ്മൾ ആദ്യം മുതൽ അത് തുടക്കം മുതലേ പഠിച്ച് അതിനകത്തിൽ പ്രാവീണ്യം നേടുക എന്നതാണ് ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു കോഴ്സ് അല്ല നടത്തുന്നത്. കാരണം നിങ്ങൾ ഇതിനകത്തിൽ ഓൾറെഡി പയറ്റി തെളിഞ്ഞ ആൾക്കാരാണ്, ഇല്ലേ? വർഷങ്ങളായിട്ടും 6 മാസം 3 മാസം 6 മാസം മുതൽ 30 കൊല്ലം വരെ 30-40 കൊല്ലം വരെ പയറ്റി തെളിഞ്ഞ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പിലുണ്ട്. അപ്പം ഇവർക്കൊക്കെ പറ്റിയ പരാജയം എവിടെയാണ്? അത് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും അതെങ്ങനെയാണ് അതിൽ നിന്ന് കരകയറാൻ ഞാൻ എന്തൊക്കെ ചെയ്തു, അതിനകത്ത് എങ്ങനെ കരകയറാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാനത് സംസാരിക്കുന്നത്. അതൊരു ക്ലാസ്സാണ്. ഓക്കെ, ഒരിക്കലും ഒരു കോഴ്സല്ല. ഒരു കോഴ്സും ഒരു ക്ലാസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സത്യം പറയാൻ നിങ്ങൾ എല്ലാവരും വരുന്നവർ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് നഷ്ടം വന്നവരാണ്. അപ്പോൾ ആ നഷ്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറണം, അല്ലെങ്കിൽ പോയ കാശെങ്കിലും സാറെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവർക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഞാൻ തരുന്നത്. ഓക്കെ, ഒരിക്കലും ഒരു കോഴ്സല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. അങ്ങനെ അവർക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അങ്ങനെ രക്ഷപ്പെട്ടവരാണ് ഈ കമൻറ്റിന് താഴെ കമൻറ്റ് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ രക്ഷപ്പെട്ടവരാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കുന്നവരും നിങ്ങൾ എന്നോട് മെസ്സേജ് അയക്കുന്നവരും നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരിക്കലും ഒരു കോഴ്സല്ല. നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഞാൻ ഈ പറയുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പച്ച കത്തിച്ച് പോകാം, വിജയിക്കാം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ സമയമില്ല. ഇന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം നമുക്ക് ക്ലാസ് ഉള്ളത് വരുന്ന ശനിയാഴ്ച 18-ാം തീയതി എറണാകുളത്ത് വെച്ചും 20-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ചുമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് ഇൻബോക്സിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഒരു നിർബന്ധമില്ല. എനിക്ക് ആരും ഇതൊരു ക്യാൻവാസിങ്ങായിട്ട് കണക്ക് കൂട്ടണ്ട. അറിയാത്തവർ അറിയാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ധാരാളം ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അറിയാത്തവർ അറിയാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊരു ക്ലാസ്സാണ്, ഒരു ബോധവൽക്കരണം മാത്രമാണ്. ഓക്കെ, അല്ലാതെ വേറെ മറ്റൊരു കാര്യങ്ങളും അല്ല എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്നോട് ഇൻബോക്സിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുക. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഞാൻ ഗ്രൂപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഏകദേശം 50 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, അല്ലേ? ഒരു 50 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു നമുക്ക് രാവിലെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഓപ്പൺ 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തത് 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പാണ്. അപ്പോൾ എല്ലാവരും 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിച്ചിരുന്നു. എടുത്തവരൊക്കെ വളരെ ആഹ്ലാദിച്ച് ഇരുന്നിരുന്നു. പക്ഷെങ്കിൽ 50 പോയിൻ്റ് മാത്രമേ ഗ്യാപ്പ് അപ്പ് ഉണ്ടായുള്ളൂ, അല്ലേ? അപ്പോൾ ഈ 50 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടായപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞു, മാർക്കറ്റ് ഈ 50 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും മാർക്കറ്റ് ജമ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ 50-ലാണ് കണ്ടതെങ്കിലും 80-90-ലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം അവിടെ നേരെ താഴോട്ട് പോയി, പിന്നെ അതുപോലെ തന്നെ നേരെ തിരിച്ച് മുകളിലോട്ട് വന്നു. നമ്മളുടെ കറക്റ്റ് 252 ലൈനിൽ വന്ന് തട്ടി മാർക്കറ്റ് തിരിച്ചു പോയി. അവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്തു. ഒരു 10 മിനിറ്റ് നേരം അത് നമുക്ക് ഞാൻ വിലക്കി കാണിക്കാം.
ഒരു 10 മിനിറ്റ് നേരം മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ചെയ്തു അല്ലേ, 10 അല്ല 15 മിനിറ്റോളം മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മുടെ കറക്റ്റ് ആ ലൈനിൽ തട്ടി അതിനുശേഷം ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ മുകളിലോട്ട് പോയെങ്കിൽ റിജക്റ്റ് ചെയ്ത് ആ ലൈനിൽ ക്ലോസ് ചെയ്തു ഇല്ലേ, റിജക്റ്റ് ചെയ്ത് ആ ലൈനിൽ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തു. അപ്പം നമുക്ക് ഇവിടെ എന്താണ് ഈ സാധനം, വളരെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്കൊരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി ഇല്ലേ. റിജക്ഷൻ ക്യാൻഡിലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടവരൊക്കെ ഈ ട്രേഡ് ചാടി കയറിയിട്ടുണ്ട്. ന്യായമായ പ്രോഫിറ്റ് കൃത്യമായിട്ട് നമ്മൾ വരച്ച 25,210 വന്ന് തട്ടി നേരെ മാർക്കറ്റ് തിരിച്ചു പോയി ഇല്ലേ. ഇവിടെ ന്യായം ബുക്ക് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. എനിക്ക് കുറേ പേര് സാറേ രാവിലത്തെ അരമണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ ടാർഗറ്റ് ഒപ്പിച്ച് ഞാൻ പോകുക എന്ന് പറഞ്ഞ് പുസ്തകം മടക്കി പോയ ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഈ ട്രേഡ് ഈ റിജക്ഷൻ ക്യാൻഡിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഈ റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുത്ത് വിജയിച്ചവർ, ഓക്കെ, നമ്മുടെ വീഡിയോ കണ്ട് അത് പഠിച്ച് ഈ റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുത്ത് വിജയിച്ച് പ്രോഫിറ്റ് എടുത്തവർ എസ്പെഷ്യലി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, അപ്പം അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മുടെ ലൈനിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം മാർക്കറ്റ് നമുക്കൊരു ഇൻഡിക്കേഷൻ തന്നു. എന്താണ് ഇൻഡിക്കേഷൻ തന്നത്, മാർക്കറ്റ് ഇവിടെ തിരിച്ച് കയറാൻ പോവുകയാണ്, ഇവിടെ റിജക്ഷൻ വന്നു ഇല്ലേ, പിന്നെ തിരിച്ചിവിടെ തട്ടിക്കളിച്ചു, പിന്നെ ഇവിടെ ആടി കളിക്കുക, മാർക്കറ്റ് താഴോട്ട് പോകുന്നില്ല, ഈ ലൈനിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുക. അതിനകത്ത് എന്താ, എപ്പോഴും ഒരു മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, ഒന്നുകിൽ മാർക്കറ്റ് മുകളോട്ടോ താഴോട്ടോ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പരുവപ്പെടലാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായി പറഞ്ഞേ, ഏത് സാഹചര്യങ്ങളിലും ഒരു കൺസോളിഡേഷൻ നടന്ന ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു ഇല്ലേ. ഇവിടെ ആണെങ്കിലോ, ഇവിടെ കുറേ നേരം ആടി കളിച്ചതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. അപ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് കുറേ നേരം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് പോകാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. 10-15 മിനിറ്റ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഇല്ലേ, ഏകദേശം 10-15 മിനിറ്റ് 20 മിനിറ്റ് നേരം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടുന്ന് നമുക്ക് അടുത്ത നമ്മുടെ സ്ട്രാറ്റജി എന്ന് ഞാൻ പറയത്തില്ല, നമ്മുടെ പ്രൈസ് ആക്ഷൻ എന്താണ്, 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ നമുക്ക് ഒരു ബോഡി 75-80% നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രേഡ് നമുക്കിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. വളരെ ചെറിയ ഒരു ക്യാൻഡിൽ ബട്ട് ഒരു സ്ട്രെങ്ത് ഉള്ളൊരു ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടിയില്ലേ. ഇവിടെയും ചാടി കയറിയവർ ധാരാളം പേരുണ്ട്. അവിടുന്ന് പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് നമ്മുടെ ട്രെൻഡ് ലൈൻ വരെ ഹോൾഡ് ചെയ്തവരുണ്ട്. ഞാൻ പറഞ്ഞു, ട്രെൻഡ് ലൈൻ വെരി ക്രൂഷ്യലാണ്. നമുക്ക് ഇത് വളരെ നാളുകളായിട്ട് മേജറായിട്ടൊരു ഡേ ട്രെൻഡ് ലൈനാണ്. ഇത് വളരെ പല പ്രാവശ്യം ഇത് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ലൈൻ സൂക്ഷിക്കണം, പല പ്രാവശ്യം മെസ്സേജ് വിട്ടു. അപ്പം ഇവിടുന്ന് ട്രേഡ് എടുത്ത് ഇവിടെ ട്രെൻഡ് ലൈൻ വരെയോ അല്ലെങ്കിൽ ഈ ടാർഗറ്റ് വരെ എടുത്ത ധാരാളം ആൾക്കാരുണ്ട്. അവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ മോഡിലോട്ട് പോകുമായിരുന്നു. കാരണം ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിച്ച് കുറേ പ്രീമിയം ഇല്ല, ഇന്നല്ല നാളെയാണ് എക്സ്പയറി, പക്ഷേ എക്സ്പയറി തലേ ദിവസമാണ്. അപ്പം മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഉരുക്കി കളിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പം അങ്ങനെ ഞാൻ സെൻസെക്സിൽ അധികം കളിക്കാറില്ല, അതുകൊണ്ടാണ് എനിക്ക് അത്ര ഇതില്ലാത്തത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിച്ച് ഉരുട്ടി അങ്ങോട്ടും മേലോട്ടും കയറി താഴോട്ടും കയറി കളിച്ച് അവസാനം മാർക്കറ്റ് ആ ട്രെൻഡ് ലൈനിൽ തന്നെ ക്ലോസ് ചെയ്തു. കറക്റ്റ് നമ്മുടെ ട്രെൻഡ് ലൈനിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനിയിപ്പം നാളെ എന്താണ് സംഭവിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ പ്രോഫിറ്റ് എടുത്തവർ ലോസ് ബുക്ക് ചെയ്ത് തരും. നിങ്ങൾക്ക് എന്താ അബദ്ധം പറ്റിയെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി, അല്ല വേറെ കാര്യമൊന്നുമില്ല. അപ്പം അബദ്ധം പറ്റാത്ത ആരും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും മിടുക്കന്മാരാണോ? അല്ല. ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലോസും ഉണ്ട്. എത്രയോ ലോസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഇല്ലേ. അപ്പോൾ ഈ പ്രോഫിറ്റ് എടുത്തവരൊക്കെ പല ലോസുകൾ ഉണ്ടാക്കിയ ആൾക്കാർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലോസിൽ നിന്ന് പഠിക്കുക, ലോസിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. എന്ത് പാഠമാണ് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് എവിടെയാണ്, ആ മിസ്റ്റേക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. മനസ്സിലായി പറഞ്ഞേ, നമുക്ക് മിസ്റ്റേക്കുകൾ സ്വാഭാവികമാണ്. പക്ഷേ വീണ്ടും ആ മിസ്റ്റേക്കുകൾ ആവർത്തിക്കുമ്പോഴാണ് നമുക്കതൊരു തീരാ ദുഃഖമായിട്ട് മാറുന്നത്. പക്ഷേങ്കിൽ ആ മിസ്റ്റേക്കിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നെക്സ്റ്റ് ടൈം അത് ആവർത്തിക്കാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പ്രാവശ്യം അതേ സിനാരി വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും, നിങ്ങൾക്ക് ആ ട്രേഡ് എടുത്ത് വിജയിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു എൻട്രി പോയിൻ്റ് കണ്ടെത്തി ആ എൻട്രി എനിക്ക് സ്യൂട്ടബിൾ ആണെന്ന് മനസ്സിലാക്കി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എൻട്രി എടുക്കുക, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. അത്രയുള്ള കാര്യം. ഒരു ദിവസം ട്രേഡ് ചെയ്തില്ല പറഞ്ഞ് സംഭവിക്കാനില്ല. അപ്പോൾ എന്നൊന്ന് ഞാൻ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്നൊന്ന് ഇത് തന്നെയാണല്ലോ പറയുന്നതെന്ന് പറയും. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് അടുത്ത നമ്മളുടെ കുറേ ന്യൂസുകൾ മാർക്കറ്റിലുണ്ട്. ഇന്ന് മാർക്കറ്റ് എന്തുകൊണ്ട് മുകളിലോട്ട് പോയി എന്നതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ,
എന്തുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയി, ഈ മുകളിലോട്ട് പോയതിൻ്റെ പിന്നെ രഹസ്യം എന്താണ്, ഈ പോയ പോലെ തന്നെ എണ്ണം തിരിച്ചു വരുമോ എന്നൊക്കെ നമുക്ക് ഒന്ന് ചിന്തിക്കണം. അപ്പം കുറേ ന്യൂസുകൾ മാർക്കറ്റുണ്ട് വെച്ചാൽ കുറച്ചൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് ഓരോ ന്യൂസുകൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, മാർക്കറ്റ് ഇന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ബാങ്ക് നമ്മുടെ ജി ഡി പി ഫോർകാസ്റ്റ് 6.4 നിന്നും 6.6 ഉയർത്തി. ഓക്കെ, അതായത് 25-26 ജി ഡി പി നമുക്ക് 6.6 ഉയർത്തി. അത് ഇന്ത്യക്ക് ഇത്രയും ക്രൈസിസിലൊക്കെ നിൽക്കുമ്പോഴും ഇന്ത്യ ഒരു സ്ട്രോങ് എക്കണോമി ആണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു ഫോർകാസ്റ്റാണിത്, ഇല്ലേ? അപ്പോൾ അത് മറ്റുള്ള ലോകരാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരു സ്ട്രോങ് എക്കണോമിയാണ്, പതറുന്നില്ല, തകരുന്നില്ല എന്ന് കാണിക്കത്തക്ക രീതിയിലുള്ള ഒരു നമ്പറാണിത്. അപ്പം ഇതാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയൊരു സംഗതി. ഓക്കെ, അപ്പോൾ തന്നെ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നെഗറ്റീവ് ന്യൂസുകളും ധാരാളം. അതിനിപ്പോൾ ഇതിലൂടെ ഒരു പോസിറ്റീവ് ന്യൂസുകളുണ്ട്. ഇന്ന് US ഡോളറിനെതിരെ നമ്മുടെ ഇന്ത്യൻ റുപ്പി വളരെ സ്ട്രോങ് ആയിരുന്നു, നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം അത് സെൻട്രൽ ബാങ്കിൻ്റെ റിസർവ് ബാങ്കിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. എങ്കിൽ തന്നെ ഇന്ന് റുപ്പീസ് ഇന്ന് ക്ലോസ് ചെയ്തത് വളരെ സ്ട്രോങ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതും നമുക്ക് ഒരു പോസിറ്റീവ് ന്യൂസ്. ഈ രണ്ട് പോസിറ്റീവ് ന്യൂസാണ് ഇപ്പം നിലവിൽ എൻ്റെ അറിവിൽ മാർക്കറ്റിലുള്ള. ഇനി ഇതിൽ കൂടുതൽ കാണുമായിരിക്കാം, എനിക്കറിയത്തില്ല. എങ്കിലും ഞാനിപ്പം വന്ന് തപ്പിപ്പെറുക്കി എനിക്ക് കിട്ടിയത് എൻ്റെ അറിവിലുള്ള ന്യൂസുകളാണ് ഇപ്പോൾ ഞാനീ പറയുന്നത്. അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ന്യൂസുകളാണ് പോസിറ്റീവായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇനി നെഗറ്റീവ് ന്യൂസുകൾ പറയാനാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടി. അതായത് തൊഴിലില്ലായ്മ ഏകദേശം 5.1 നിന്ന് 5.3 തൊഴിലില്ലായ്മ കൂടി. ഓക്കെ, അതൊരു വലിയ കൺസേൺ ആണ്. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയെ പിന്നോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ്. നിങ്ങൾക്ക് ഓർമ്മയെന്ന് അറിയത്തില്ല, കുറേ നാൾക്ക് മുന്നേ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ കുറഞ്ഞു വന്നപ്പം US മാർക്കറ്റ് പൊട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഓക്കെ, അപ്പം ഇതൊരു ബിഗ് കൺസേൺ ആണ്. അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തിൽ സ്ത്രീകൾക്ക്, വുമൻസിന് ജോലി നഷ്ടപ്പെടുന്നു, ജോലിയില്ലായ്മ കൂടുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. സ്ത്രീകൾക്ക് ജോലികൾ നഷ്ടപ്പെടുന്നു, ജോലി ഇല്ലാതെ വരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യയിൽ നിന്നും US-ലോട്ടുള്ള എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 13% കൂടിയിട്ടുണ്ട്. കാരണം ഈ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിവ് പ്രശ്നം വെച്ച് ഡെഫിസിറ്റ് തമ്മിലുള്ള അന്തരം കൂടുതലായിരുന്നു. ആ അന്തരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് US-ലോട്ടുള്ള എക്സ്പോർട്ട് ഇന്ത്യ കൂട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ ടോട്ടൽ ഉള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇപ്പം നിങ്ങൾക്ക് ഈ പറയുന്നത് ചിലർക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഞാൻ വിശദമായിട്ട് പറയാം. അതായത് നമ്മളുടെ ഇമ്പോർട്ട് നമ്മൾ എപ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു തമ്മിലൊരു തുലനം വേണം. രണ്ടും ഏകദേശം ഒരുപോലെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മെച്ചം ഉണ്ടാകത്തുള്ളൂ, ഇല്ലേ? എല്ലാ രാജ്യത്തെ പ്രീണിപ്പെടുത്തി ഒരുപോലെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒരേ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഇന്ത്യയുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ എപ്പോഴും എക്സ്പോർട്ടാണ് കൂടുതൽ, ഇമ്പോർട്ട് വളരെ കുറവ്. ഈ പ്രശ്നം കൊണ്ടാണ് ഇപ്പം താരിഫ് നമുക്ക് US അടിക്കാൻ കാര്യം. മനസ്സിലായി പറഞ്ഞത്? അപ്പം അങ്ങനെ ഇപ്പോൾ ഈ ഡെഫിസിറ്റ്, അതായത് എക്സ്പോർട്ടിൻ്റെ ആ തോത് ഈ പ്രാവശ്യം വളരെ കൂടി. ഏകദേശം 26.5 എന്നുള്ളത് ഏകദേശം 32% ട്രേഡ് ഡെഫിസിറ്റ് കൂടി. അതായത് എക്സ്പോർട്ട് കൂടി, ഇമ്പോർട്ട് കുറഞ്ഞു. ഇതൊരു വലിയ സംഭവമാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെ കൂടാൻ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് കുറയുകയും ഇമ്പോർട്ട് കൂടുകയും ചെയ്യുന്നതിൻ്റെ കാര്യം വെച്ചാൽ നമുക്ക് ഇപ്പോൾ ദീപാവലിയും അങ്ങനെയുള്ള മറ്റുള്ള ഫെസ്റ്റിവലൊക്കെ വരുന്നതുകൊണ്ട് സാധനങ്ങൾ ധാരാളം ഇലക്ട്രോണിക്സ് സാധനം അല്ലെങ്കിൽ ഗോൾഡും ഒക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് ഒരു എക്സ്ട്രാ ആയിട്ട്. കാരണം ഈ സമയത്ത് ആൾക്കാർ ഇതൊക്കെ വാങ്ങിക്കുന്നത് ഈ കാറ്, വീട്, പിന്നെ TV, വണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കത്തില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ പുറത്തുനിന്ന് ഗോൾഡ് ഒക്കെ വാങ്ങിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇമ്പോർട്ട് കൂടുമ്പോൾ അങ്ങനെയുള്ള ട്രേഡ് ഡെഫിസിറ്റ് കൂടാനുള്ള സാധ്യത കൂടും. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. പിന്നെ ഇന്നലെ വന്നൊരു ന്യൂസ് ഞാൻ വിട്ടുപോയി അത് പറയാൻ. ചൈന US-ലോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന ഷിപ്പുണ്ടല്ലോ, ചൈനയിൽ വരുന്ന ഷിപ്പുകൾക്ക്, US-ൻ്റെ ഷിപ്പുകൾക്ക് ഒരു ലെവി
ഒരു ലെവി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു ട്രേഡ് ടെൻഷൻ, ചൈനയും US തമ്മിൽ ട്രേഡ് ടെൻഷൻ കൂട്ടാനുള്ള ഒരു സംഗതിയായിട്ടാണ് ഈ ലെവിയെ അവരുടെ ഷിപ്പുകൾക്ക് മാത്രം ഒരു ചെറിയ ലെവി ഏർപ്പെടുത്തി 100% താരിഫ് അടിച്ച് ഒന്നാം തീയതി മുതൽ അടിക്കുമെന്ന് പറഞ്ഞതിന് പകരമായിട്ട് ഇവർ ചെയ്തതാണ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ സ്കോട്ട് ബസൻറ്റ്, അവരുടെ ട്രഷറി സെക്രട്ടറി, പുള്ളിക്കാരൻ ഒരു കാര്യം ശരിയോട് പറഞ്ഞിട്ടുണ്ട്, ചൈന ഒരു കാരണവശാലും ഈ റെയർ എർത്ത് മിനറൽസിൻ്റെ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കടുംപിടുത്തമാണ് അവർക്ക് അന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതും ഒരു പക്ഷേ ഒരു നെഗറ്റീവ് സംഭവമാണ്. പക്ഷേ ഇത് ഒരു പക്ഷേ ചിലപ്പോൾ ഇന്ത്യക്ക് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സ്കോട്ട് ബസൻറ്റ് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ട്രംപ് വരുന്നുണ്ട്, ഏഷ്യ വിസിറ്റിന് വരുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ഏഷ്യ വിസിറ്റിൽ ട്രേഡ് ഡീല് പ്രഖ്യാപിക്കും എന്നൊരു ഹിൻറ്റ് ഇവർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി പറഞ്ഞേ, ഒരു ട്രേഡ് ഡീൽ നടക്കും എന്നുള്ളൊരു ഹിൻറ്റ് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിൽ വെച്ചേക്കും. അപ്പോൾ ഇന്ത്യ വിസിറ്റ് ട്രംപ് തുടങ്ങുമ്പോൾ ഏത് നിമിഷവും പുള്ളിയുടെ വായിൽ നിന്ന് ഡയലോഗ് വരും, അന്ന് നമ്മുടെ മാർക്കറ്റ് പറക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങളൊരു കണ്ണ് എപ്പോഴും ട്രംപിൻ്റെ മേളിൽ വേണം, ട്രംപ് എങ്ങോട്ട് പോകുന്നുള്ളത്. എന്നാൽ ഏഷ്യ വിസിറ്റൊന്നും നമുക്കറിയത്തില്ല, പക്ഷേ ഏഷ്യ വിസിറ്റിൽ ഇതിനൊരു ധാരണ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ വേറെ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ ന്യൂസ് വായിച്ചു കാണും, ഹമാസ് കുറേ പിന്നെ സിവിലിയൻസിനെ കൊല്ലുന്ന ഒരു പിക്ചറൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജീവനോടെ ബന്ദികളെ കൈമാറ്റം ചെയ്തു. ഇസ്രായേൽ പലസ്തീനികളെ അവരെയും പ്രിസണേഴ്സിനെ എല്ലാം തിരിച്ചു വിട്ടു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 24 ഡെഡ് ബോഡി കാണാനുണ്ട്. 24 ഡെഡ് ബോഡി കാണാനുണ്ട്. ഈ സാധനം ഇസ്രായേലിന് തിരിച്ചു കൊടുത്തേ ഒക്കത്തുള്ളൂ ഹമാസ്. ഓക്കെ, ഇത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ സംഗതി വഷളാകും. കാരണം ഇസ്രായേലിൻ്റെ അവർ ആചാരപ്രകാരം മരിച്ചാലും പ്രശ്നമില്ല, പക്ഷേ ഡെഡ് ബോഡി കിട്ടണം എന്നുള്ള കാര്യം വളരെ നിർബന്ധമാണ് അവർ ആചാരപ്രകാരം. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം കൊടുത്തേ ഒക്കത്തുള്ളൂ. അണ്ണന്മാർക്ക് എവിടെയായി സാധനം ഉള്ളതെന്ന് ഒരു പിടുത്തവുമില്ല. അവരിപ്പോൾ ഈ ഡെഡ് ബോഡി തപ്പി നടക്കുകയാണ്, ഇത് എവിടെയാണ് വെച്ചത്. കാരണം ഇവരെ വെച്ചിരുന്ന ആൾക്കാരൊക്കെ തട്ടിപ്പോയി, എല്ലാവരെയും ഒന്ന് തള്ളിയില്ലേ. അപ്പോൾ ഈ സാധനം എവിടെ അറിയത്തില്ല. അപ്പോൾ അവർ തപ്പി നടക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു എസ്കലേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ സിവിലിയൻസിനെ കൊല്ലുന്ന ഈ വീഡിയോ വന്നപ്പോഴത്തേക്കും ഒരു പക്ഷെങ്കിൽ ട്രംപിൻ്റെ പിരിവെട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. രാത്രിയിൽ അറിയാം എന്താണ് ഇതിനെപ്പറ്റി പുള്ളി ഡയലോഗ് പറയാൻ പോകുന്നതെന്നുള്ള കാര്യം. പിന്നെ സമയം ഒത്തിരി പോകുന്നു എങ്കിൽ ഞാൻ ഓടിച്ച് പറയാം. പിന്നെ UK ഫിനാൻസ് മിനിസ്റ്റർ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ കുറേ ന്യൂസുകളുണ്ട്, അതുകൊണ്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. UK ഫിനാൻസ് മിനിസ്റ്റർ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, റഷ്യൻ ഓയിൽ മേടിക്കുന്നവർക്ക് ഞങ്ങൾ ഒരു സാങ്ഷൻ ഏർപ്പെടുത്താനുള്ള താരിഫ് ഏർപ്പെടുത്താനുള്ള ഒരാലോചന ഉണ്ട് എന്ന് UK ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്ത്യയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന സംഗതികളാണ്. കാണുമ്പോൾ ബായ് ഒക്കെ ആണെങ്കിൽ ഡയലോഗ് പറയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ HDFC AMCയുടെ റിസൾട്ട് വന്നു. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അസറ്റ് മാനേജ്മെൻറ്റാണ് HDFC AMC. അവരുടെ പ്രോഫിറ്റ് 4% ഏകദേശം ഡൗൺ ആണ്. അതുപോലെ ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ടും വന്നു. ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ടും നല്ലപോലെ കുറവാണ്. കാരണം നല്ലൊരു കുറവാണ്, പക്ഷേ ഇത് ഓൾറെഡി മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതാണ്. ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് മാർക്കറ്റ് ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ എക്സിക്യൂട്ടീവ് ഒരു കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിങ്ങനെ ലോസ് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ട്രേഡ് ഡീൽ ഈ താരിഫിൻ്റെ ഇമ്പോസാണ്. താരിഫ് ഇമ്പോസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ലോസ് ഉണ്ടാകാനുള്ള കാരണം. ഇത് ഈ പ്രാവശ്യമല്ല, അടുത്ത ക്വാർട്ടറിലും ആ ഡയലോഗ് പുള്ളി പറഞ്ഞു, അടുത്ത ക്വാർട്ടറിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് കാണും എന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ആക്സിസ് ബാങ്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഗതി ബാക്കിയുള്ള അണ്ണന്മാരെയും ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. HDFC AMCയെയും ICICIയെയും SBIനെ ഒക്കെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവരുടെ റിസൾട്ട് വരുമ്പോഴും ഇവരുടെ കമൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മളെ വളരെ സാവധാനം വീക്ഷിക്കേണ്ട ഒരു സംഗതി ആണ്. അപ്പോൾ ഇത് ബാങ്കിങ് സെക്ടറിനും ഇപ്പോൾ ഇത്ര നാൾ ബാങ്കിങ് ഒരു സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു ഡയലോഗ് വന്നുകൊണ്ട് ഇനി ബാങ്കിങ്ങിന് എന്ത് സംഭവിക്കും നമുക്കറിയാം. ഇതൊക്കെ നമ്മളുടെ ഇൻഡ്യൂഷൻസാണ്. നമ്മൾ ഈ വരികൾക്കിടയിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ സംഭവിക്കാണ്ട് അങ്ങനെ പറഞ്ഞു സംഭവിച്ചില്ലെന്ന് പറയല്ലേ. ഇത് വരികൾക്കിടയിൽ നമ്മൾ വായിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പക്ഷെങ്കിൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാർക്കറ്റിൽ വേറെ പോസിറ്റീവ് ന്യൂസ് ഒന്നും വന്നില്ലെങ്കിൽ പിന്നെ ഈ നെഗറ്റീവ് ന്യൂസിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്ത് അയൽ രാജ്യമായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടി രൂക്ഷമായിട്ട് നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ
നമുക്കൊരു ടെൻഷൻ ആണ് നിലവിൽ. ഓക്കെ, അപ്പം ഇത് നോക്കി കണ്ടൊക്കെ ട്രേഡ് ചെയ്യുക. ന്യായമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടുമ്പം ബുക്ക് ചെയ്ത് മാറാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് ന്യൂസുകൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ഇത്ര ന്യൂസ് ഉള്ളത് അത്ര ഉള്ളത് പറയേണ്ടത് അനിവാര്യത ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. HDFC AMC 1:1 ബോണസ് ഷെയർ കൊടുക്കുന്നുണ്ട്, അതുകൂടെ അവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമുക്ക് എന്താ സംഭവിക്കും? നാളെ പറയാനൊന്നുമില്ല. പറയാൻ എന്തോ ഉള്ളത്? ട്രെൻഡ് ലൈന്, നമ്മുടെ ട്രെൻഡ്. നമുക്കപ്പോൾ നമ്മുടെ മറ്റേന്ന് എടുത്ത് നോക്കാം. ഏതാണ് നമ്മളുടെ ഡേ ട്രെൻഡ് ലൈൻ? എന്താ സംഭവിച്ചേ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ട്രെൻഡ് ലൈൻ അവിടെ എന്താ സംഭവിച്ചതെന്ന്. ഡേ ട്രെൻഡ് ലൈനിൽ നമ്മൾ നോക്കിക്ക് ഡേയിൽ ഈ പറയുന്ന നമ്മളുടെ ആ ലൈൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ താഴെ ക്ലോസ് ചെയ്തു, ഇന്ന് അതിൻ്റെ മുകളിൽ അതിനെ എൻഗൾഫിങ് അല്ല, അതിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരു ഡേ ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം തന്നെ ഇവിടെ സംഭവം ശരിയാണ്. ഇവിടുന്ന് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധനം ഇവിടം വരെ പോകണം അല്ലേ? ഇവിടം വരെ പോയി തിരിച്ച് വരിക, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി ചെയ്യണം. ഇത് ഡേ ക്യാൻഡിലാണ് കാണുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കുക. അപ്പോൾ ഇതിന് അടുത്ത പോയിന്റ് പറഞ്ഞാൽ 25,466 ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 25 എഴുതി വെക്കുക. 25,466 ഈ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുക ഡേ വൈസിൽ. ഓക്കെ, ഡേ വൈസ് ഇതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫർദറായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും. യാതൊരു സംശയവും ഇല്ല. ഈ ലെവലിൽ വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലിരിക്കുക. അപ്പം ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇത്രയും ഭാഗം വെച്ചത്. ഇവനെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇവനെ നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ഡേ സംഭവത്തിലോട്ട് വരാം. ഡേ സംഭവത്തിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഇത് വളരെ ശക്തമായൊരു ട്രെൻഡ് ലൈനായിട്ട് നമുക്കിത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നാളെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ 25,359 മുകളിൽ ഇതിൻ്റെ മുകളിൽ ഗ്യാപ്പ് അപ്പ് കിട്ടിയാൽ, ഇതിൻ്റെ മുകളിൽ ഗ്യാപ്പ് അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് സപ്പോർട്ട് എടുത്ത് നേരെ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോകും. വരയൊക്കെ വരച്ച് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ലെവലുകളുടെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ അപ്പോൾ ഇന്ന് നമ്മുടെ അണ്ണന്മാർ ഷോർട്ട് 1% കുറച്ചിട്ടുണ്ട്. 93 എന്നുള്ളത് 92 ആക്കിയിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. 93 ഷോർട്ട് എന്നുള്ളത് 92 1% കുറച്ചിട്ടുണ്ട്. വലിയ കുറവൊന്നും വന്നിട്ടില്ല. പക്ഷെങ്കിൽ നാളെ മാർക്കറ്റ് ഈ ഗ്യാപ്പ് അപ്പോട് കൂടെ ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യുകയും ഈ 25,401 ബ്രേക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് പോയാൽ ഈ 441 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് നടക്കും, ഉറപ്പാണ്. 441 ബ്രേക്ക് കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ് സ്റ്റാർട്ട്. ഇവിടുന്ന് തുടങ്ങും. ഇവിടുന്ന് പതുക്കെ ഇത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പതുക്കെ അരിഞ്ഞ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ തന്നെ ഷോർട്ട് കവറിങ് നടക്കും. ഓക്കെ, അല്ല ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നേരെ മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിയണം, ഈ പോയിന്റ് കഴിയണം, കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ് നടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഷോർട്ട് കവർ ചെയ്യേണ്ടി വരും. മാർക്കറ്റ് നല്ലപോലെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 25,288 ഈ ലൈൻ നമുക്ക് ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സാധനം താഴോട്ട് വരും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇന്നത്തെ ഓപ്പണിങ് അത് നമുക്ക് വേണ്ട. ഓക്കെ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് താഴെ പോയാൽ ഈ 25,210 താഴോട്ട് പോയി കഴിഞ്ഞാൽ ഫർദറായിട്ട് നേരെ താഴോട്ട് വരും. ലോങ് അൺവൈൻഡിങ് നടക്കും. ഓക്കെ, ലോങ് അൺവൈൻഡിങ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ നാളെ ഞാനിതൊക്കെ നേരത്തെ ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് ബൈ ഹാർട്ടായി പറയുന്ന കാര്യമാണ്. നമ്മൾ ഓരോ ദിവസം പുതിയ ലൈനുകളോ കാര്യങ്ങളോ ഒന്നും വരയ്ക്കുന്നില്ല. ഈ ലൈനുകളെല്ലാം ഇതെത്ര കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് തന്നെ ഈ ലൈനുകൾ ഇവിടെ തന്നെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ബൈ ഹാർട്ടാണ്. അപ്പം നിങ്ങൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നാളെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ വഴി ഇന്നലെ ഞാൻ പറഞ്ഞു മാർക്കറ്റ് എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു ആ വഴിക്ക് പോവുക. ഇന്ന് അതല്ലേ സംഭവിച്ചേ? മാർക്കറ്റ് ഞാൻ പറഞ്ഞു എങ്ങോട്ട് ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി. നമുക്കറിയാം അങ്ങനെ സംഭവിക്കത്തുള്ളതായി. അപ്പം നിങ്ങൾ കാത്തിരിക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി സത്യം പറഞ്ഞാൽ അടിച്ചില്ലി വീണ കണക്കാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും എനിക്കൊന്ന് ആ റേഞ്ച് തന്നെ കിടക്കുകയാണ് അതിനകത്ത് അല്ലേ. മാർക്കറ്റ് ബ്രേക്ക് ചെയ്താണ് നമ്മുടെ ഇത് ബോക്സ് ബ്രേക്ക് ചെയ്ത് മോളി കിടക്കുകയാണ്. പക്ഷേ എന്നാലും ഫർദറായിട്ട് മുകളിലോട്ട് പോയിട്ടൊന്നുമില്ല.
300 പോയിൻ്റ് അപ്പിലാണ് കിടക്കുന്നത്. ഒരു സ്ട്രെങ്ത് ഇല്ല മാർക്കറ്റിന് പോകാൻ അല്ലേ. അപ്പോൾ ഈ റിസൾട്ടോടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി നാളെ എന്താ സംഭവിക്കുന്നത്, ഈ ആക്സിസ് ബാങ്കിൻ്റെ പ്രശ്നം മറ്റുള്ളവരെ കൂടെ ബാധിക്കുമോ എന്നുള്ളത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. ഇന്ന് നമുക്ക് ജസ്റ്റ് വേണം ADR എന്ന് നോക്കാം എന്താ നിലവിലത്തെ അവസ്ഥയെന്ന്. ADR എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫി, ICIC ബാങ്ക് എല്ലാവരും പോസിറ്റീവിലാണ്. ICIC ബാങ്ക്, HDFC ബാങ്ക് 1.5%, ICIC ബാങ്ക് ഏകദേശം 1.5% വെച്ച് പോസിറ്റീവിലാണ് ഇപ്പം നിലവിൽ കാണുന്നത്. ഇൻഫോസിസും ഏകദേശം ഒരു 0.5%. ഓക്കെ, അപ്പം സംഭവം പോസിറ്റീവാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇനി എന്തായാലും നിങ്ങളിതുകൂടെ ഒന്ന് വാച്ച് ചെയ്യുക, എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം അതിനുശേഷം നമുക്ക് മിഡ് ക്യാപ്പാണ് നോക്കാനുള്ളത്. മിഡ് ക്യാപ്പ് ഇന്ന് ഒരു കൺസോൾട്ടേഷൻ മോഡിൽ, ഇന്നലെ കുറച്ച് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമായിരിക്കാം, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയി. അപ്പം ഇനിയിപ്പോൾ ഇവിടെ വെരി ക്ലിയർ ആണ്. ഇവിടെ നോക്കേണ്ടത് ഇനി ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്ത മോളോട്ട്, ഇത് ബ്രേക്ക് ചെയ്ത താഴോട്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ വെരി സിമ്പിളാണ്, വെരി സിമ്പിൾ പ്രൈസ് ആക്ഷനാണ്. ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് മോൾ ചെയ്ത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മോളോട്ട് പോകാൻ നോക്കുക. ഇല്ലെങ്കിൽ നേരെ തിരിച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഈ ലൈൻ 13,141 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീണ്ടും തിരിച്ച് ഇവിടെ തന്നെ വരും, ഈ പോയിന്റ് തന്നെ വരും. അപ്പം ട്രേഡ് ചെയ്യുന്നവർ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ഞാൻ പറഞ്ഞു മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുമ്പം 140 ക്വാണ്ടിറ്റിയാണ്. ലാഭമായാലും നഷ്ടമായാലും വളരെ കൂടുതലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലെവലുകൾ നോക്കുക. ഇതിപ്പം മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യാൻ ധാരാളം ആൾക്കാരുണ്ട്. എന്നോട് പേഴ്സണലായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവരോടെല്ലാം പറയുന്നത് ലെവലുകളൊക്കെ കൃത്യമാണ്, നമ്മുടെ ലെവലിൽ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ലെവലിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കൃത്യമായ ലെവലുകൾ നോക്കി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, പ്രൈസ് ആക്ഷനൊക്കെ നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സമയം ഒത്തിരി പോയി, 25 മിനിറ്റോളമായി. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.